എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഊത്തപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഭക്ഷണത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഉലുവ കൊണ്ടുള്ളൊരു ഊത്തപ്പം. ഉലുവ കുതിരാട്ടിട്ട് കുറച്ച് അരിയും കൂട്ടിയിട്ട് മാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ളൊരു ഊത്തപ്പാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു വെറൈറ്റി അപ്പാണത്. ഇത് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. ഈ ഉലുവ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, അധികം സാധനങ്ങളൊന്നും വേണ്ട. ഉലുവ ഞാനിപ്പോൾ പച്ചരിയും പുഴുങ്ങലരിയും കൂട്ടിയിട്ടാണ് എടുത്തത്. ഇത് റേഷൻ അരിയാണ് കേട്ടോ, നല്ല അരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കുറി. അപ്പോൾ പച്ചരിയും ഒരു ഗ്ലാസ് പച്ചരിയും, ചെറിയ ഗ്ലാസ്സിന് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുങ്ങലരിയും കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3-4 പച്ചമുളക്, ഒരു സവാള, ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില. നമുക്കിനി ഈ അരി ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ടൊരു 6 മണിക്കൂർ അത് മാവ് ഇരിക്കും വേണം. അപ്പോൾ നമ്മളത് അരച്ചിട്ട് തലേ ദിവസം തന്നെ മാവ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ ഉലുവയും അരിയും കൂടിയും പാകം വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിത് കഴുകി കുതിർത്തി അരച്ചെടുക്കാം. ആദ്യം ഇത് അരച്ചെടുക്കാം, പിന്നെ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കും വേണം. ഇനി നമുക്കത് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ അരി ഉലുവയും കൂടി അരച്ചിട്ട് ഈ മാതിരി പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക്. ഇങ്ങനെ അരച്ചെടുക്കണം. ഒരു ഗ്ലാസ് പച്ചരിയാണെങ്കിൽ ഒരു ഗ്ലാസ് പുഴുങ്ങല്ലരി, അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ മാവിൽ പാകത്തിൽ ഉപ്പിട്ടിട്ടാണ് അരച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ്, 2-3 പച്ചമുളക് മതി, അധികം വേണ്ട കേട്ടോ. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഉലുവ ഊത്തപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണത്. ഹെൽത്തിയാണ്. ഇനിയും ഉലുവ മാത്രമല്ലേ ഉള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ മാവ് ഇരുന്ന് 8 മണിക്കൂറൊന്ന് പുളിച്ചാലാണ് അതിന് സ്വാദ് കൂടുക. കണ്ടോ, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ, ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അത്ര മതി. ഇനി അതൊന്ന് ചുഴറ്റി കൊടുക്കാം. അത് ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കനത്തിലാണ് ഈ ഊത്തപ്പം ഉണ്ടാവുക. ഇനി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റും ഉള്ളിയൊക്കെ. അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, എന്നാൽ അത് പാകത്തിൽ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് പാർന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, പാകം ഫ്ലെയിമിലേ വെക്കാൻ പാടും കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിടാം. മറിച്ചിടണമെന്നൊന്നുമില്ല, മറിച്ചിടാണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട്. കണ്ടോ, വേണമെങ്കിൽ മറിച്ചിടാം. ഇനി ഇത് വേണമെങ്കിൽ 1/2 മിനിറ്റും കൂടി ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിടാം. നല്ല ഊത്തപ്പായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ അടച്ചു വെച്ചാൽ തന്നെ പോകും. നീ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ മറിച്ചിടുള്ളൂ. ശരിക്കും ഊത്തപ്പം മറിച്ചിടുകയൊന്നും വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നല്ലെണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളെ അടുത്ത ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മറിച്ചിടാഞ്ഞാലും നല്ല ഊത്തപ്പാവും. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.
അതേപോലെ എല്ലാ മാവും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രി ഭക്ഷണത്തിനോ എന്തിനായാലും വിരോധമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി തന്നെയാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാലോ അഞ്ചോ അപ്പം കിട്ടും നമുക്ക്. ചെറിയ 2 ഗ്ലാസ് അരി, അതായത് 1.5 നാഴി അരി ഉണ്ടെങ്കിൽ ഊത്തപ്പം 4-5 എണ്ണം കിട്ടും. വളരെ രുചിയേറിയ ഉലുവ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉലുവ മാവ് ഇത്തിരി ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതന്നെ നമുക്ക് കടലമാവ് മൈദമാവൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഉലുവ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരു നേരത്തെ നമ്മളുടെ ഭക്ഷണം ഇതാക്കിയ ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്തൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.